പൊതുജനം എന്ത് വിധി എഴുതിയെന്ന് നാളെ അറിയാൻ കഴിയും. 244 വോട്ടിംഗ് സ്റ്റേഷനുകളിലായി വോട്ടെണ്ണൽ നാളെ ആരംഭിക്കും. ഒരു ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തോടു കൂടി നമുക്ക് അറിയാൻ സാധിക്കും. 6 കോർപ്പറേഷനുകളാണുള്ളത്. അതിൽ ആർക്ക് മേൽക്കൈ നേടാൻ സാധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു മൊത്തത്തിൽ എന്തായിരിക്കും കേരളം വിധി എഴുതുന്നത് എന്നാണ് കെബിൻ വിലയിരുത്തുന്നത്? ഇത് തന്നെ നമ്മുടെ വിലയിരുത്തലല്ല, നേഷൻ ഫസ്റ്റിന്റെ വിലയിരുത്തലാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയ ചർച്ചകൾ, നമ്മൾ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ, നമ്മളുടെ സോഴ്സുകൾ, നമ്മളുടെ സീനിയർ ജേർണലിസ്റ്റുകൾ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അവിടുത്തെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയ വോട്ടർമാർ പറഞ്ഞ കാര്യങ്ങൾ, ജനാധിപത്യത്തിൻ്റെ വലിയൊരു മഹോത്സവത്തിന് തൊട്ടു മുമ്പുള്ള കർട്ടൻ റൈസർ, അതിൽ UDF അരയും തലയും മുറുക്കി 2025 മിഷൻ 2025 എന്നൊരു ബൃഹത്തായ പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി അവർ ഒരുപാട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം വരുന്നു, പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ വരുന്നു. അതേപോലെ CPM എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്കിടയിൽ സ്വർണ്ണപ്പാളി വിഷയം വരുന്നു, കത്ത് വിവാദം വരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ BJP എടുത്തു നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭൂമി കുംഭകോണം വരുന്നു. BJP ഇടയിലെ പടലപ്പിണക്കങ്ങൾ അവർ തമ്മിൽ രണ്ട് തട്ടിലാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ ആകുമോ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തു. സാധാരണ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഒരു പാർട്ടിക്കാണ് വീഴ്ച സംഭവിക്കുന്നതെങ്കിൽ ഇത് 3 പാർട്ടികൾക്കും ഒരുപോലെ വീഴ്ചകൾ സംഭവിക്കുന്ന, പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയ പല സംഭവങ്ങളും പല ട്വിസ്റ്റുകളും ഉണ്ടായിട്ടുള്ള ഒരു മുൻ തെരഞ്ഞെടുപ്പ് സമയമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ബോൾ ആരുടെ കോർട്ടിലായിരിക്കും, ആർക്കാണ് ജനം വിധി എഴുതുക എന്നുള്ളത് വളരെ നിർണായകമായ. തീർച്ചയായും അതായത് നമ്മൾ നേരത്തെ മേഘ സൂചിപ്പിച്ചതുപോലെ മൊത്തത്തിൽ 6 കോർപ്പറേഷൻ ഉള്ളതിൽ 5 എണ്ണം LDF-നും 1 എണ്ണം UDF-നും ഉള്ളൊരു സ്ഥിതിയാണ്. നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റി തലസ്ഥാനം പിടിച്ചാൽ ഭരണം പിടിക്കാമെന്ന് എക്കാലത്തും പാർട്ടികളും മുന്നണികളും കരുതുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ സമ്മിശ്രിതമായ പ്രതികരണം വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സർവേ നടത്തിയിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി പറയുന്നത്, ഇപ്പോൾ ലോക്പാൽ പോലുള്ള സർവേകൾ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി പറയുന്നത് LDF ഏത് കാരണവശാലും LDF ഭരണത്തിൽ വരും. 2ാം സ്ഥാനത്തേക്ക് ആരാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ UDF എന്നാണ് പറയുന്നത്. 3ാം സ്ഥാനത്തേക്ക് BJP കൂപ്പുകുത്തും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ട്രെൻഡുകൾ 2020 സമാനമായി, അതായത് UDF ആണ് ആദ്യഘട്ടത്തിൽ വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് വരുന്നത്. K മുരളീധരനെ പോലൊരു രാഷ്ട്രീയ ചാണക്യനെ ഇറക്കുന്നു. ആദ്യഘട്ടത്തിൽ ശബരിനാഥ് എന്ന് പറയുന്ന അരുവിക്കരയുടെ മുൻ MLA-യും G കാർത്തികേയൻ്റെ മകനുമായിരുന്ന അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നു. ആദ്യഘട്ടത്തിൽ ഒരു 28-30ഓളം പേരുടെ വലിയ പാനൽ ഓഫ് യുവനിരയുടെ പാനൽ ഇറക്കുന്നു. അതിൽ വൈഷ്ണവി ഉണ്ട്, നീതു ഉണ്ട്, നേമം ഷജീർ ഉണ്ട്, അങ്ങനെ തുടങ്ങി വലിയൊരു പാനൽ ഇറക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് മുട്ടടയിൽ തന്നെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വോട്ട് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള അനാവശ്യ വിവാദങ്ങൾ ഉയരുന്നു. കോടതി പറയുന്നു രാഷ്ട്രീയം കളിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്ക് സാധിച്ചു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഫീൽഡ് റിപ്പോർട്ടുകളുടെ അനലൈസ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്കറിയാൻ കഴിഞ്ഞാൽ തിരുവനന്തപുരം CPM അല്ലെങ്കിൽ LDF നിലനിർത്തുമെന്നുള്ളതാണ്. സീറ്റുകളുടെ നിലനിർത്തിയാൽ തന്നെ ഈ പറഞ്ഞ CPM-ന്റെ സീറ്റുകളിൽ വ്യതിയാനം BJP-യും ഒരുപോലെ മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള ജില്ലയാണ്. അതായത് BJP-ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു ജില്ലയാണ്. UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഇവർ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കോർപ്പറേഷനിൽ ഇപ്പോൾ ഇലക്ഷനിൽ വിജയത്തിലേക്ക് നയിച്ചില്ലെങ്കിലും ഇത് തീർച്ചയായും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ബലവത്താവും. ഇതേ രീതിയിൽ സംഘടനാ തലത്തിൽ കൃത്യമായ രീതിയിൽ കോർഡിനേഷൻ നടത്തിക്കൊണ്ട് UDF-ന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് UDF ആയിരുന്നു. ഇതേ അജണ്ട, ഇതേ സ്ട്രാറ്റജി നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. മുരളീധരനെ പോലെ മുതിർന്ന നേതാക്കൾ ഇതിൽ ഇടപെടുകയും അതുപോലെ തന്നെ നിയമസഭയിലും ഇത്തരത്തിലുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ കണക്കുകൾ കൃത്യമായി സൂചിപ്പിക്കുന്നത് LDF അവിടെ വീണ്ടും നഗരസഭ പിടിക്കും അല്ലെങ്കിൽ കോർപ്പറേഷൻ പിടിക്കും എന്നുള്ള. 2ാം സ്ഥാനത്തേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവിടേക്ക് BJP വരുന്നൊരു സാഹചര്യം. BJP-യുടെ പലതരത്തിലുള്ള വിഷയങ്ങൾ, പ്രവർത്തകൻ്റെ മരണം, RSS പ്രവർത്തകൻ്റെ മരണം, ഇതെല്ലാം തന്നെ വിഷയമാവുന്നെങ്കിലും BJP-ക്ക് കൃത്യമായിട്ടുള്ളൊരു വേരോട്ടം, രാജീവ് ചന്ദ്രശേഖറിനെ പോലെ സംസ്ഥാന അധ്യക്ഷൻ്റെ പവർ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവ് എത്രത്തോളമാണ് എന്ന് തെളിയിക്കുന്ന ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. അതായത് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനം
പ്രവർത്തനം ഒക്കെ അവർ 2036 അവിടെ ഒളിമ്പിക്സ് നടത്തുമെന്നുള്ള പ്രഖ്യാപനം വരെ നടത്തി. അവിടുത്തെ തിരുവനന്തപുരം സിറ്റിയുടെ മുഖച്ഛായ ജയിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം മുഖച്ഛായ മാറ്റും, മോദി നേരിട്ടെത്തി അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള വൻ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പോൾ അവിടെ മത്സരം എന്ന് പറയുന്നത് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി, പോളിംഗിന് തൊട്ട് മുമ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നെക്ക് ഫൈറ്റ് എന്ന് പറയുന്നത് LDFും BJPയുമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കൃത്യമായി നമ്മളുടെ അനലൈസ്മെന്റ് മാത്രമാണ്, തെറ്റിപ്പോകാം. നാളെ ഇതിൽ കമന്റ് ബോക്സിൽ പൊങ്കാലകളുടെ പെരുമഴയായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഇത് നേഷൻ ഫസ്റ്റ് അനലൈസുകളാണ്. ഇവിടുത്തെ മുഖ്യധാര ചാനലുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തേണ്ടത്ര വലിയ പ്രീ പോൾ സർവേ ഒന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഒരു സംവിധാനത്തിൽ നടത്തുന്ന ഇതിന്റെ ഭാഗമായി സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് മെഷീനറി ഉപയോഗിച്ചൊന്നും നടത്തുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പ്രാദേശികമായി നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ അവലോകനം, അത് കൃത്യമായിട്ടുള്ള സാമ്പിളുകൾ ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു അവലോകനം. ഒന്നാം സ്ഥാനത്തേക്ക് LDF എത്തിച്ചേരും, രണ്ടാം സ്ഥാനത്തേക്ക് എത്തുക BJP ആയിരിക്കും. പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിൽ ഇരു മുന്നണികൾക്കും കുറവുണ്ടാകും. 10-ൽ നിന്ന് കോൺഗ്രസ് അതൊരു 15-ലോ 20-ലോ ഒക്കെ എത്തിയാൽ തന്നെ അതിശയപ്പെടേണ്ട സാഹചര്യമില്ല. 10 എന്ന സംഖ്യ മറികടന്നുകൊണ്ട് ബഹുദൂരം മുന്നിലേക്ക് എത്താൻ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയുമെന്നുള്ളതാണ് നേഷൻ ഫസ്റ്റിന്റെ പ്രതീക്ഷ. രണ്ടാമത് നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് വരികയാണ്. കൊല്ലം ജില്ല എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഈറ്റില്ലമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഈറ്റില്ലമാണ്. CPMനും CPIക്കും അതേപോലെ തന്നെ RSP പോലുള്ള തൊഴിലാളി സംഘടനകളുടെ എല്ലാം ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈറ്റില്ലമായ സ്ഥലമാണ് ഇത്തരത്തിൽ കൊല്ലം എന്ന് പറയുന്നത്. കൊല്ലം കോർപ്പറേഷനും നിസ്സംശയം പറയാൻ കഴിയും, അവിടെ ഈ പ്രാവശ്യം LDF തന്നെയാണ് ഭരിക്കാൻ പോകുന്നത്. അവിടെ യാതൊരു വിധത്തിലുള്ള ചേഞ്ചുകളും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള കോൺഗ്രസിന്റെ 2 MLA-മാരെന്ന് പറയുന്നത് നമുക്കറിയാം, CR മഹേഷും അതേപോലെ VC വിഷ്ണുനാഥുമാണ്. അവിടെയും പ്രത്യക്ഷമായി വലിയൊരു അട്ടിമറി ഒന്നും നടക്കാനുള്ള ഒരു നീക്കങ്ങളും കണ്ടില്ല. അവിടെ ഇത്തരത്തിൽ CPIയിൽ നിന്ന് കുറെ പൊട്ടിത്തെറി ഉണ്ടായി, കുറെ പേർ PM ശ്രീയുമായി ബന്ധപ്പെട്ടൊക്കെ മറ്റ് പാർട്ടികളിലേക്ക് ചേക്കറിയെങ്കിലും അതൊക്കെ ഇടതുപക്ഷ അനുഭാവമുള്ള പാർട്ടികളിലേക്കായിരിക്കും. അല്ലാതെ വലിയൊരു പെനട്രേഷൻ ഒന്നും അവിടെ കോൺഗ്രസിന് ജില്ലയ്ക്കകത്ത് നടത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയാൻ കഴിയുന്നൊരു കാര്യം. മൂന്നാമത് നമ്മൾ വരികയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുന്ന 70-something സീറ്റുകളുണ്ട്. അതിൽ കഴിഞ്ഞതിന് CPM വിമതരെ ഒപ്പം നിർത്തിയാണ് LDF ഭരണത്തിലേക്ക് എത്തിയെങ്കിൽ ഈ പ്രാവശ്യം കൃത്യമായി കോൺഗ്രസിന്റെ വർക്ക് നമ്മൾ അടിത്തട്ടിലിറങ്ങി നമ്മൾ തന്നെ നേരിട്ട് നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോഴും പൊതുജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴും എല്ലാവരും ആ ട്രെൻഡ് അനുസരിച്ച് ഈ പ്രാവശ്യം UDFന്റെ കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ എന്തെന്ന് പറയുന്നത്. അവർ കാലാകാലങ്ങളിലായ ഇത്തരത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷൻ. എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് UDFന് നല്ല വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. അത്തരത്തിൽ അവിടെ കോൺഗ്രസിന് ലഭിക്കുന്ന ഒരു സാഹചര്യം. കൊച്ചി എടുത്തു നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ ലെവലിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ UDFിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതിന് തന്നെയാണ് കൂടുതൽ സാധ്യതയും. നമ്മൾ ഫീൽഡിൽ ഇറങ്ങി പറഞ്ഞതുപോലെ, കെബിൻ പറഞ്ഞതുപോലെ, നമ്മൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുമ്പോഴെല്ലാം ജനങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസിനൊപ്പം തന്നെയാണ്. P&D കോളനി വിഷയങ്ങൾ, അതേപോലെ തന്നെ റോറോ സർവീസുകൾ, മാലിന്യവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട്, ഇതൊക്കെ തന്നെ വിഷയങ്ങൾ. അതൊരു കുറ്റപത്രം പോലെയൊക്കെ ഇറക്കി. റോഡ് നിർമ്മാണമൊക്കെ വളരെ ചർച്ചാ വിഷയമായിട്ടുണ്ട് ജനങ്ങളുടെ ലെവലിൽ നോക്കുമ്പോൾ. അപ്പോൾ നമ്മളുടെ അനലിറ്റിക്കൽ വ്യൂവിൽ കോൺഗ്രസിന് തന്നെയാണ്, UDFന് തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ. കോഴിക്കോടേക്ക് പോവുകയാണെങ്കിൽ ലഭിക്കാൻ പോകുന്നത്, കോഴിക്കോട് ഈ പ്രാവശ്യം LDF തന്നെ നിലനിർത്തും. അതിൽ യാതൊരുവിധ അട്ടിമറികളും നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലും പറയും. 48 വർഷത്തോളം LDF കുത്തകയായി വെച്ചിരിക്കുന്ന ഒരു. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തവണയും UDFന് അവിടെ ഒരു മേൽക്കൈ ഉണ്ടാവാൻ തീർച്ചയായിട്ടും മേൽക്കൈ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. BJP ഉയർത്താനുള്ള സാധ്യത, BJPയുടെ വേരോട്ടം ശക്തമായി കാണാൻ കഴിയാത്തൊരു ഇടമായി മാറുമെന്നുള്ളതാണ്. പിന്നെ അവിടെ ഇൻചാർജ് ആയിരുന്ന രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന് നാളത്തെ റിസൾട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ തലത്തിൽ എത്രത്തോളം പ്രാവർത്തികമായി, ജില്ലയുടെ ചുമതലയായിരുന്നു, അപ്പോൾ എത്രത്തോളം പ്രാവർത്തികമായി എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി വരും. അദ്ദേഹം ഈ പ്രായം കൂടുന്നവരും രാഗി മിനുക്കിക്കൊണ്ടിരിക്കുന്ന ആ മികവുകൾ പുറത്തു വരുന്നത് അവിടെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അവിടെ UDF വലിയൊരു അട്ടിമറി നടത്തുമെന്ന്. ആദ്യഘട്ടം തന്നെ അവിടെ സംഘടനയ്ക്കകത്ത് വളരെയധികം ഭിന്നിപ്പുകളും കയ്യേറ്റ ശ്രമങ്ങളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. RMPയുമായി ബന്ധപ്പെട്ട്, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട്, സീറ്റ് വിഭജനത്തിൽ ഉൾപ്പെടെ കയ്യാങ്കളികൾ, നേതാക്കൾ അങ്ങോട്ടേക്കും DCC കടന്ന് അടികൂടുന്ന സാഹചര്യം. അതിനെ ന്യായീകരിക്കാനായി DCC പ്രസിഡന്റ് നേരിട്ടിറങ്ങി പത്രസമ്മേളനം വിളിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ അടുത്തത് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ, തൃശ്ശൂർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് LDFനൊപ്പമായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും UDF കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. അവിടെ BJP നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവിടുത്തെ മേയർ പോലും BJPയിലേക്ക് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ പ്രഭാവം അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം MP ആയിട്ട് തുടരുന്നത് കൊണ്ട് തന്നെ
കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ ലഭിക്കുമെന്ന തരത്തിലുള്ള പ്രചാരണം ശക്തമായ രീതിയിൽ അടിത്തട്ടിൽ പ്രവർത്തകരുടെ തട്ടിൽ തന്നെ അത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രഭാവം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്, സീറ്റ് നില ഉയർത്താൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെയും അത് തൃശ്ശൂരിൽ UDF അനുകൂലമായ ഒരു ഘടകം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നത്. അത് ഈ പറഞ്ഞ ശക്തൻ മാർക്കറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അതെല്ലാം തന്നെ BJPക്ക് അനുകൂലമാണെങ്കിൽ പോലും LDFന്റെ തിരിച്ചടി അവിടെ ഉറപ്പായും ഉണ്ടാകും. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ അത്രത്തോളം ദുർബലമാണ് എന്നാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. അത് മേയർ ആയിക്കോട്ടെ, താഴെത്തട്ടിലുള്ള പ്രവർത്തകരായിക്കോട്ടെ, ശക്തമായുള്ള ഒരു പ്രവർത്തനം അവിടെ കാഴ്ചവെക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. അല്ല, കോഴിക്കോട് നമ്മൾ പറഞ്ഞല്ലേ, അപ്പൊ കോഴിക്കോട് നിന്ന് നമ്മൾ അടുത്ത കണ്ണൂരിലേക്ക് പോകുന്ന സാഹചര്യം CPM വരെ വേരോട്ടുള്ള വണ്ണാണെങ്കിലും നിലവിൽ ഇപ്പോഴും UDF തന്നെയാണ്. രാഹുൽ അവിടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ MP ആരാണ്? കെ സുധാകരനാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ MP ആരാണ്? നിങ്ങളുടെ കോർപ്പറേഷൻ ഭരിക്കുന്ന ആരാണ്? അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഈ പ്രാവശ്യം ഒരു അട്ടിമറി ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ സംഘടനാ തലത്തിൽ വളരെ അതെ, കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ ചെഞ്ചുകപ്പെന്ന് തോന്നുമെങ്കിലും അല്ല, അത് കോൺഗ്രസിന്റെ മണ്ണാണ്. ഇതെല്ലാം തന്നെ അനലിറ്റിക്കലായി നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിവ്യൂ ആണ്. എന്തായാലും ജനങ്ങൾ അതിൽ വിധി എഴുതിയിട്ടുണ്ട്. നാളെ രാവിലെ ഇപ്പോൾ മേഘ നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചയൊന്നും ആവണ്ട, ഒരു 10 മണിയോടുകൂടി കേരളത്തിന്റെ ചിത്രം എങ്ങോട്ടാണെന്നുള്ളതിന്റെ ഒരു ഏകദേശ ചിത്രം തെളിയും. ജില്ലാ പഞ്ചായത്ത് വോട്ടുകൾ ഞാൻ ഇപ്പോഴും പറയുന്നു, കോർപ്പറേഷനിലെ ജില്ലാ പഞ്ചായത്ത് വോട്ടുകളിൽ പോൾ ചെയ്യുന്ന പൊളിറ്റിക്കൽ വോട്ടുകൾ തീരുമാനിക്കും കേരളത്തിൽ 2026 എങ്ങോട്ട് മാറും. അതായത് LDF 3.0, പിണറായി വിജയൻ ക്യാപ്റ്റൻ വീണ്ടും മുഖ്യമന്ത്രിയായി വരുമോ, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് വരുമോ, മുഖ്യമന്ത്രി ആരാണെന്ന് പിന്നെ അവർ തീരുമാനിക്കട്ടെ. അതെ.